ഭാഗമായി ഈ വർഷവും അത് മെയ് 4-ന് നിങ്ങൾ കൂടിയില്ല. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും MP കൃഷ്ണപിള്ളയുടെ നാമധേയത്തിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിസ്വാർത്ഥ സേവകരായിട്ടുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ നിസ്വാർത്ഥരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി MP കൃഷ്ണപിള്ള കർമ്മധീര പുരസ്കാരം ഞങ്ങൾ പ്രാവർത്തികമാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സഖാവ് VS അച്യുതാനന്ദൻ. അതിനുശേഷം ആറന്മുള പ്രദേശത്ത് അറിയപ്പെടുന്ന കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭനായ PS നായർ, പിന്നീട് നമ്മുടെ മന്ത്രിയായിരുന്ന G സുധാകരൻ അവരും, പിന്നീട് ഏറ്റവും അവസാനം ലാസ്റ്റ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആ അവാർഡ് നൽകിയത് ഇപ്പോഴത്തെ മിനിസ്റ്ററായിട്ടുള്ള P പ്രസാദ് അവர்களுക്കാണ്. അതിനിടയ്ക്ക് ഒരു വർഷം കൂടി TK ചന്ദ്രൻ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ്. അത് ഇതുപോലെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ പര്യായങ്ങളാണ് ഞങ്ങൾ ഇതുവരെ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ 50ാമത് വർഷം MP-യുടെ 50ാം വർഷത്തെ ഡെത്ത് ആനിവേഴ്സറി അനുബന്ധിച്ച് ഈ അവാർഡ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ MP കൃഷ്ണപിള്ള തൻ്റെ രാഷ്ട്രീയം തുടങ്ങി വെച്ചത് ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയെ കോൺഗ്രസ്സുകാരനായിട്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്പോൾ പരിഗണിക്കപ്പെടേണ്ടത് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങൾ ആദ്യമേ ആലോചിച്ചു. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരിൽ അല്ലെങ്കിൽ മറ്റ് ഈ കമ്മ്യൂണിസ്റ്റുകാരിലും ഒക്കെ തന്നെ ഏറ്റവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, തൻ്റെ ജീവിതം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച്, ജനതയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഇന്നും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ശ്രീ തെന്മല ബാലകൃഷ്ണപിള്ളയ്ക്ക് ഈ അവാർഡ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുപ്രകാരം അദ്ദേഹത്തെ അഭ്യർത്ഥിക്കുകയുണ്ടായി. അദ്ദേഹം അത് വളരെ സന്തോഷത്തോട് സ്വീകരിക്കുകയും അന്നത്തെ ശാരീരികാവസ്ഥ എനിക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് അവാർഡ് സ്വീകരിക്കാം എന്ന് പറയുകയുള്ളൂ. പക്ഷേ അന്ന് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെയൊരു ഫംഗ്ഷൻ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തെ ആദരിക്കുവാൻ തയ്യാറാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരു മുഖവുര പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിക്കുവാനായി MP ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയും ആയ KP കൃഷ്ണകുമാറിനെ ക്ഷണിച്ചു. നമ്മളിപ്പം ഇവിടെ കൂടിയിരിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഔപചാരികതയുടെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. മധ്യ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് വളരെയേറെ വിപ്ലവകരമായ ചലനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു സഖാവ് MP കൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് പൊയ്പ്പള്ളിക്കാരായ്മ, മാവേലിക്കര താലൂക്കിൽ പൊയ്പ്പള്ളിക്കാരായ്മ എന്ന പ്രദേശത്ത് MP കൃഷ്ണപിള്ള നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് MP സ്മാരകവും അതിനോട് ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, MP ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ 1974 MP കൃഷ്ണപിള്ള നമ്മളെ വിട്ടുപിരിഞ്ഞത്. 75 മുതൽ MP ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം നമ്മൾ നല്ല രീതിയിൽ നടത്തി വരികയാണ്. MP ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 50 വർഷങ്ങളായി, ഇപ്പോൾ ഈ 80ാമത് ഗോൾഡൻ ജൂബിലി ഇയറിലാണ് ഞങ്ങൾ എത്തുന്നത്. ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആദ്യകാല ഫൗണ്ടർ എന്നുള്ള നിലയിൽ എൻ്റെ അച്ഛനും MP കൃഷ്ണപിള്ളയുടെ മൂത്ത മകനുമായിട്ടുള്ള ശ്രീ KP പരമേശ്വരക്കുറുപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ MP ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സാമൂഹ്യ ഭേദങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു വലിയ ട്രസ്റ്റ് രൂപീകരിക്കുകയും തീർച്ചയായിട്ടും ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ 50 വർഷക്കാലം MP നഗർ കേന്ദ്രീകരിച്ച് നടത്തി വന്നത്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും മറ്റുള്ള സാംസ്കാരിക സമ്മേളനങ്ങളായാലും യുവജന സമ്മേളനങ്ങളായാലും കാർഷിക സമ്മേളനങ്ങളായാലും ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ വിവിധ കാലങ്ങളിലായിട്ട് നമ്മൾ വളരെ വിജയപൂർവ്വം നടത്തി തന്നെ ഇരിക്കുക. ആ സാഹചര്യത്തിലാണ്